ഇനി മോർണിംഗ് ഷോ അതിഥിയിലേക്ക് കടക്കുകയാണ്. വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ ഒറ്റക്കോലം എന്ന ചിത്രത്തിൽ നായികയായി എത്തുന്ന ഹിമ ശങ്കറാണ് നമ്മുടെ അതിഥി. സ്വാഗതം ഹിമ. മുഴുനീള ഒരു കഥാപാത്രമാണ് അല്ലേ? അതെ. അപ്പോൾ ഈ മുഴുനീള കഥാപാത്രത്തിലെത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? ആദ്യം എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് പറയാം. ഇത് ഒരു അമ്മയാണ്. അതായത് ഒരു കുട്ടിയെ പഠിക്കാൻ വേണ്ടി ഭർത്താവ് മരിച്ചപ്പോൾ കുലത്തൊഴിൽ ഏറ്റെടുക്കുന്ന, കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ ശവം കത്തിക്കുന്ന ജോലി ഏറ്റെടുക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതൊരു ഭയങ്കര ശക്തമായ ഒരു കഥാപാത്രമാണ്. ആ ഒരു ജാതിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മൂവിയാണ്. വേറൊരു പെർസ്പെക്റ്റീവിൽ ഞങ്ങൾ സംസാരിക്കാം ഹിമ, നമ്മളൊക്കെ സംസാരിക്കാം, കുഴപ്പമില്ല. ഓക്കെ, വേറൊരു പെർസ്പെക്റ്റീവിലാണിത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷേ റിലീസാവുന്ന ആദ്യ പടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുക, അതിൻ്റെ അത് ചെറിയ പ്രായം മുതൽ, അതൊരു 24 വയസ്സുള്ള ഒരു കുട്ടി മുതൽ ഒരു 50 വയസ്സൊരു സ്ത്രീ വരെ ഇങ്ങനെ ഒരു ട്രാവലുണ്ട്. അപ്പോൾ ആ ട്രാവൽ ഒക്കെ ആദ്യമായിട്ട് ഇത്രയും ചെയ്യുന്നത്. സിനിമ തന്നെ വേറെ ഒരു ട്രാക്കിലാണ് പോകുന്നത്. നമ്മളുടെ ആ ഒരു ഏരിയയിലുള്ള, അതായത് ശ്മശാനത്തിൻ്റെ ഏരിയയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ ജോലി ആളുകൾ എങ്ങനെ കാണുന്നു, ഇതൊക്കെയാണ് കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ മകന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. കാരണം അത്രയും ആ തീമിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അങ്ങനെയാണ് അതിൽ പോകുന്നത്. ഒരു വിഷയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാരണമായിരിക്കും കഥാപാത്രത്തിലെ ഈ കഥാപാത്രം ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? കാരണം അത്ര പരിചിതമുള്ള ഒരു കഥാപാത്രമല്ല, സാഹചര്യങ്ങളല്ല, സാമൂഹിക പശ്ചാത്തലമല്ല. അതിനെ ഏതെങ്കിലും രീതിയിൽ അല്ലാതെ നേരിട്ടോ എങ്ങനെയെങ്കിലും മറ്റ് ആരെങ്കിലും വഴിയോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ സ്ത്രീകളെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കാശിയിൽ പോയിട്ടുണ്ട്. കാശിയിൽ പോയ സമയത്ത് ഒരു ഒരു ശവം കത്തിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ഞാൻ ഇരുന്നുണ്ട്. ആ ശ്മശാനത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവരെന്നെ വിളിച്ച് ഇങ്ങോട്ട് വാ, അടുത്ത് വന്ന് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൊതുവെ പേടിയൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ പച്ചയ്ക്ക് കാണുകയാണെങ്കിൽ പോലും തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതെന്നെ മനസ്സിലുണ്ട്. കാരണം നമ്മളുടെ ശരീരത്തിനെയും ഒന്നുമല്ല, ഇത് ഇത്രേ ഉള്ളൂ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിലൊരു പാട്ടുണ്ട്, നല്ലൊരു പാട്ട്. ഈ ആശാൻ, ആശാട്ടി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ആശാൻ, ഭർത്താവായിട്ടുള്ള ആൾ പാടുന്നൊരു പാട്ടുണ്ട് ശ്മശാനത്തിലിരുന്നു. ആ പാട്ടിൻ്റെ അർത്ഥമാണ് ശരിക്കും ഭയങ്കര മീനിങ് ആണ് അതിനൊക്കെ. അപ്പോൾ അതൊക്കെ ശരിക്കും ഈ ഒരു കാര്യത്തിന് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ബോധ്യമുണ്ട്. പക്ഷെ എൻ്റെ കഥാപാത്രം വ്യത്യസ്തമാണ്, പക്ഷെ അതിനെ മനസ്സിലാക്കാൻ പറ്റി കുറച്ചും കൂടി. ഗാനമാണ് ഇപ്പോൾ അല്പം ഒന്ന് ശബ്ദം കേൾപ്പിക്കാം. എത്രയോ ചുടലകൾ വീശി ജ്വലിപ്പിച്ചു വെന്തു നീറുന്ന മനസ്സുമായി ഞാൻ, വിശ്വം വിറപ്പിച്ച വിഡ്ഢികൾ ഒരു പിടിച്ചാരമായി മാറി പറന്നിവിടെ. മിഴിയടഞ്ഞോരിവിടെ എത്തുന്നതും കാത്തു മിഴിയടയ്ക്കാതെ ഞാൻ നോക്കി നിന്നു കർമ്മപഥത്തിലെ തീച്ചൂളയിൽ. തീർച്ചയായും ഇത്തരം സിനിമകൾ ചെയ്യുക എന്നൊരു ആക്ടറെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. കഥാപാത്രത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു ഗൗരവം ഒക്കെ കണക്കിലെടുത്താൽ മതി. ഈ സിനിമയിലേക്ക് മൊത്തം സിനിമയുടെ ഒരു രീതി എങ്ങനെയുണ്ട്? മറ്റു താരങ്ങളും മുഖ്യ 2 കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ആശാനായിട്ട് ചെയ്തിരിക്കുന്നത് ബിജു ബാബു എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ സന്തോഷ് കീഴാറ്റൂർ, പിന്നെ സഹർഷ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് എൻ്റെ മകനായിട്ട് അഭിനയിച്ച ഒരു ചെറിയ കഥാപാത്രം ചെയ്തിരിക്കുന്നത്, നല്ല ചെറിയ കുട്ടിയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും അവരുടേതായ രീതിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബിജു ബാബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഒരു ഡാൻസറാണ്, കേരള നടനമാണ് ഡിഗ്രി പഠിച്ചത്. പക്ഷേ ആൾ ഡാൻസറായിട്ടുള്ള അറിയപ്പെട്ടത്, ആൾ മേക്കപ്പ് മാൻ ആയിട്ടാണ് അറിയപ്പെട്ടത്. അപ്പോൾ പിന്നെ ആൾക്ക് ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹം, പക്ഷേ ലൈഫ് ആളെ കൊണ്ടെത്തിച്ചത് വേറെ രീതിയിലാണ്. ആളിപ്പോൾ ആർട്ടിസ്റ്റ് ആവാനുള്ള ആഗ്രഹം കൊണ്ട് സാറിനോട് പറഞ്ഞിട്ട്, സാറാണ് ഈ വേഷം നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഈ ലുക്കിൽ 3 വർഷമായിട്ട് ഈ ലുക്കിലാണ് ഈ കഥാപാത്രത്തിന് വേണ്ടി. സന്തോഷ് കീഴാറ്റൂർ ആ കഥാപാത്രം എങ്ങനെയാണോ അതിന് പക്കായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതും അവരുടെ പാട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. ഈ ഹിമ, ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ യുവതിയായിട്ടും എത്തുന്നുണ്ട്, അമ്മയുടെ ഒരു റോളിലും എത്തുന്നുണ്ട് അല്ലെ? കുറച്ച് പ്രായമായ അമ്മയുടെ റോളിലും എത്തുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ മനസ്സാണ്? അതായത് ഇപ്പം ഞാൻ യുവതിയായിട്ട് എത്തുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പമുള്ള ഒരു ഏരിയയിലാകുമ്പോൾ അവളുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. ഞാൻ മൈൻഡിനെ ആയിട്ടോ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് നോക്കുക. അപ്പം പിന്നെ ട്രാവൽ വരുമ്പോൾ അവരുടെ മൈൻഡിന് തന്നെയാണ്
പിടിക്കുക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ മൈൻഡ് മാറുമ്പോൾ നമ്മുടെ സംസാരം മാറും. ഞാൻ ആ പ്രായം എൻ്റെ മനസ്സിലാണ് എടുത്തത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസാരത്തിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്തു, അതൊക്കെ ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്നെ എന്താണ് ഇപ്പം നാടകത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പം അടുത്ത് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ കൂടെ ഒരു അമ്മ തങ്കമ്മ എന്ന് പറഞ്ഞിട്ട് 75 വയസ്സായ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ബോഡി അതിങ്ങനെ ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് ഞാൻ എന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഓഫ് ബീറ്റ് രംഗത്തും ഒരു കളം മറിച്ച് കൂട്ടുന്നുണ്ട്, 2 കൊമേഴ്ഷ്യൽ പടങ്ങൾ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് പോയി. അതായത് സാധാരണ ഞാൻ ഇത് ഓഫ് ബീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നാടകക്കാരിയാണ്, സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ച ഒരാളാണ്. അപ്പോൾ എപ്പോഴും സിനിമക്കാരെന്നെ കാണുമ്പോൾ അവൾ നാടകക്കാരിയാണ്, അപ്പോൾ ഓഫ് ബീറ്റ് പടങ്ങൾ അങ്ങനെയാണ് എപ്പോഴും എന്നെ കാസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പലപ്പോഴും പല ഓഫ് ബീറ്റ് പടം ഞാൻ ഓഫ് ബീറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സമയത്ത് ഞാൻ മാറി നിന്നുണ്ടായിരുന്നു. സിനിമ പിന്നെ കഥാപാത്രങ്ങൾ വളരെ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ഞാൻ മാറി നിന്നുണ്ടായിരുന്നു, നാടകത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പോൾ പക്ഷേ എനിക്ക് മനസ്സിലായ എൻ്റെ ടൈമാണ്. അതായത് ഇപ്പോൾ കൊമേഴ്സ്യൽ സിനിമക്കാരും പല സ്ഥലത്ത് തന്നെ കണ്ടിട്ട് അവർക്ക് കാസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ഞാൻ ഹീറോയിനായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് സജി പാലമേൽ സംവിധാനം ചെയ്ത 6 അടി എന്ന് പറഞ്ഞൊരു പടം, ഈ സന്തോഷ് കുമാറിൻ്റെ ഒരാൾക്ക് എത്ര മണ്ണ് വേണം എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ്. അതൊരു പൊളിറ്റിക്കൽ സറ്റയറാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് കറിയും. അതാണ് ആ സിനിമയുടെ. അപ്പം നമ്മളത് ഓഡിയൻസ്, എനിക്ക് ഉറപ്പുണ്ട് ചെറിയ പടമാണെങ്കിൽ പോലും അത് ഓഡിയൻസ് അതിനെ ഏറ്റെടുക്കും, എനിക്ക് ഉറപ്പുണ്ടത്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഇപ്പോൾ ഹിമാലയത്തിലെ കശ്മലൻ എന്ന് പറഞ്ഞിട്ട് അഭിരാം സുരേഷ് ഉണ്ണിത്താൻ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയാണ്. അത് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ നിറഞ്ഞ് കോമഡി, നമ്മുടെയൊക്കെ റേഞ്ചിലുള്ള ആൾക്കാർ വന്നിട്ട് കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രം എല്ലാം ഒരു മെയിൻ കഥാപാത്രമാണ്. അതിപ്പം റിവീൽ ചെയ്യാൻ പറ്റില്ല, റിവീൽ എന്നാൽ അതിന് സസ്പെൻസ് പോകും. അപ്പോൾ അതുകൊണ്ട് അതിലെ ഹീറോയിനാണ് അതാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ ഇത്രയധികം കോമഡി ചെയ്യുന്നത്. കോമഡി എന്ന് വെച്ചാൽ കഥാപാത്രം കോമഡി അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഭയങ്കര കോമഡി. സിറ്റുവേഷൻ കോമഡിയുടെ ഒരു 100% എന്ന് പറയില്ല, അങ്ങനെയാണ് അതിന് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് ഒരു രീതിയായി. അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിൽ ചെന്നപ്പോൾ അതിലും ചിരിയാ. കാരണം അതിൻ്റെ ഒരു എടുക്കുന്നത് നമ്മൾ അത്രയും കൃത്യമായിട്ടാണ്. അപ്പം അത് രണ്ടും എന്നെ ഭയങ്കരമായിട്ടും പ്രതീക്ഷയുള്ള 2 മൂവികളാണ്. രണ്ടും കോമഡിയാണ്. കോമഡി എന്ന് വെച്ചാൽ ഒന്ന് വേറൊരു രീതിയിലും, ഒന്ന് പക്ക ഒരു എന്റർടൈൻമെന്റ് കോമഡി, ഒന്ന് ഒരു സറ്റയറും. അപ്പൊ അത് രണ്ടിന്റെ ഒരു എഫക്ട് ഭയങ്കരമാണ്. കോമഡിയല്ല പക്ഷെ ഒന്നിലെ കഥാപാത്രം എന്റെ ക്യാരക്ടേഴ്സ് കോമഡിയല്ല, പക്ഷെ ഒന്ന് സിറ്റുവേഷൻ കോമഡി, ഒന്ന് വേറൊരു ടൈപ്പിലാണ്. ഞാൻ കോമഡി എന്നല്ല, എന്റെ കഥാപാത്രങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആണ്, പക്ഷെ ഒന്നിൽ കുറച്ച് കോമഡിയാണ്, പക്ഷെ 2 എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഞാൻ സാധാരണ സീരിയസ് ആയിട്ടുള്ള ഒരു മുഖമുണ്ട് എനിക്ക് മൊത്തം ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളാണ്, ആടിപ്പാടി നടക്കുന്ന ഒരാളാണ്. പക്ഷെ ആ ഏരിയ അധികം റിവീൽ ആയിട്ടില്ല. അപ്പൊ ഇത് വരുമ്പോഴേക്കും ഏകദേശം ശരി. അപ്പൊ എല്ലാ ഏരിയകളും റിവീൽ ആവട്ടെ. ചിരിക്കുന്ന മുഖവും ഉണ്ട് ഹിമയ്ക്കെന്ന് പ്രേക്ഷകർ സിനിമകളിലൂടെ കൂടി മനസ്സിലാക്കട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. ഒറ്റക്കോലവും ഇനി വരുന്ന കൊമേഴ്സ്യൽ ഫ്ലിക്കുകളിൽ നല്ല പ്രകടനം, പ്രേക്ഷകരുടെ പിന്തുണയും നന്നായി കിട്ടട്ടെ എന്ന് ആശംസിക്കും. വളരെ നന്ദി.